നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ബ്ലൂടൂത്ത് ഇല്ലാത്ത കാർ സ്റ്റീരിയോ ഉണ്ടെങ്കിൽ അതിലെങ്ങനെ ബ്ലൂടൂത്ത് ആഡ് ചെയ്യാൻ നോക്കിയാലോ. ഇത് പൈനിയർ എന്ന ബ്രാൻഡിന്റെ ഒരു കാർ സ്റ്റീരിയോ ആണ്. ആദ്യം നമുക്ക് ഈ സ്റ്റീരിയോയുടെ ഫ്രണ്ടിലത്തെ പാനൽ മാത്രമായിട്ട് അഴിച്ചെടുക്കണം. ആ സൈഡിലുള്ള സ്വിച്ച് പ്രസ് ചെയ്താൽ മതി, ഇങ്ങനെ അഴിഞ്ഞു വരും. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ബ്ലൂടൂത്തിന്റെ മൊഡ്യൂൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളാണ് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയപ്പോൾ 40 രൂപയാണ് റേറ്റ് ആയത്. ഈ പാനൽ നമുക്ക് അഴിച്ചെടുക്കണം. അപ്പോൾ അഴിച്ചെടുക്കാൻ വേണ്ടി ബാക്ക് സൈഡിലായിട്ട് 3 സ്ക്രൂകളുണ്ട്, അത് ലൂസ് ചെയ്താൽ മതി. പല ബ്രാൻഡുകളുടെയും ചിലപ്പോൾ സ്ക്രൂകളുടെ എണ്ണമൊക്കെ വ്യത്യാസം കാണും. സ്ക്രൂകൾ അഴിച്ച ശേഷം മുകളിൽ ഇങ്ങനെ ലോക്ക് പോലെയുണ്ട്. അപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഇട്ട് പയ്യൊന്ന് തിക്കിയാൽ മതി, അഴിഞ്ഞു വരും. ഇത് നമ്മൾ അഴിക്കുന്ന ടൈമിൽ ഫ്രണ്ട് പാനൽ അഴിക്കാൻ വേണ്ടി ചെറിയൊരു സ്വിച്ച് പോലെയുണ്ട്, അവിടെ ഒരു സ്പ്രിംഗ് ഉണ്ട്, അത് മിസ്സായി പോകാതെ ശ്രദ്ധിക്കണം. ഈ പാനലിൻ്റെ USB-യുടെയും അതുപോലെ ഓക്സിൻ്റെ എവിടെയാണ് നമ്മൾ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ കണക്ഷനൊക്കെ കൊടുക്കേണ്ടത്. ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്ക് നമുക്ക് 5 വയറുകളാണ് കണക്ട് ചെയ്യേണ്ടത്. ഒന്ന് അതിൻ്റെ പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയുള്ള പോസിറ്റീവ് നെഗറ്റീവും, പിന്നെ അതിൻ്റെ ഓഡിയോ കൊടുക്കാൻ വേണ്ടിയുള്ള ഗ്രൗണ്ടും അതുപോലെ ലെഫ്റ്റും റൈറ്റും. ബ്ലൂടൂത്ത് മൊഡ്യൂൾ വർക്ക് ചെയ്യുന്നത് 5 വോൾട്ടിലാണ്. അപ്പോൾ ഇതിനുവേണ്ടി പവർ സപ്ലൈ ഞാൻ എടുക്കുന്നത് ഈ USB പോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ്. അപ്പോൾ 5 വോൾട്ട് നമുക്ക് എടുക്കാം. ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി 5 വയറുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റികൾ നമ്മൾ നോക്കിയെടുക്കണം. ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്ക് 5 വയറുകളും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സോൾഡർ ചെയ്യുന്ന ടൈമിൽ എവിടെയും ഷോർട്ട് ആകാത്ത രീതിയിൽ നോക്കി വേണം ചെയ്യാൻ. USB-യുടെ ഈ പോർട്ടിൽ ടോട്ടൽ 4 കണക്ഷനുകളാണ് വന്നത്. ഞാനപ്പോൾ ഇത് ചെക്ക് ചെയ്തപ്പോൾ ഏറ്റവും മുകളിലുണ്ടായിരുന്നത് പോസിറ്റീവും ഏറ്റവും താഴെ ഉണ്ടായിരുന്നത് നെഗറ്റീവും ആയിരുന്നു. പവർ സപ്ലൈയുടെ ആദ്യം നമുക്ക് സോൾഡർ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓഡിയോയുടെയും സോൾഡർ ചെയ്യണം. ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ ഓഡിയോയുടെ ഗ്രൗണ്ട് നേരെ നമുക്ക് ഓക്സിൻ്റെ ഗ്രൗണ്ടിലേക്കും അതുപോലെ ലെഫ്റ്റും റൈറ്റും കറക്റ്റായിട്ട് ഓക്സിൻ്റെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും കണക്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ബോർഡിലേക്ക് ഒട്ടിക്കാം. അപ്പോൾ എവിടെയും ഷോർട്ട് ആകാത്ത രീതിയിൽ നോക്കി വേണം. അപ്പോൾ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ വെക്കുമ്പോൾ ഈ കവർ അടക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പൊങ്ങിയിരിക്കുന്ന പീസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്ക് വയറുകൾ സോൾഡർ ചെയ്തപ്പോൾ പിന്നെ അത് അനങ്ങാതിരിക്കാൻ വേണ്ടി ഗ്ലൂ ഗൺ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചാർന്നു. അപ്പോൾ ഇനി നമുക്ക് ബാക്കിലത്തെ കവറും ഇട്ട് 3 സ്ക്രൂകളും ടൈറ്റ് ചെയ്തെടുക്കണം. ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ കാർ സ്റ്റീരിയോയിലേക്ക് ഫിറ്റ് ചെയ്യണം. അതിൻ്റെ കുറേ പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും ഒന്ന് പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയാണ് സൗണ്ട് ക്ലാരിറ്റിയൊക്കെ ഉണ്ടോ എന്നറിയാൻ. അപ്പോൾ സ്റ്റീരിയോ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്ത് പാട്ട് വെച്ച് നോക്കാം. സ്റ്റീരിയോ ഓൺ ചെയ്ത ശേഷം നമുക്ക് ഓക്സ് മോഡിലേക്ക് ഇടാം. ഇനി ഫോണിൻ്റെ ബ്ലൂടൂത്തുമായിട്ട് നമുക്ക് പെയർ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഫോണുമായിട്ട് പെയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാട്ട് വെച്ച് സൗണ്ട് ക്ലാരിറ്റിയൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വേറെ നോയ്സോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നിയ പോരായ്മ എന്ന് വെച്ചാൽ സൗണ്ട് കുറച്ച് കുറവുണ്ട്. നമ്മൾ ഈ സ്റ്റീരിയോയിൽ നോർമൽ പെൻഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്ത് പാട്ട് വയ്ക്കുകയാണെങ്കിൽ 20 വെക്കേണ്ട വോളിയം ഇതിങ്ങനെ വയ്ക്കുമ്പോഴത്തേന് 25-28 വെക്കേണ്ടി വരും. ഞാൻ യൂസ് ചെയ്ത ബ്ലൂടൂത്ത് മൊഡ്യൂളിന് പകരം ഈ ടൈപ്പ് ബ്ലൂടൂത്ത് മൊഡ്യൂൾ വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സൗണ്ട് ക്ലാരിറ്റി എല്ലാം ഉണ്ടെന്നൊരു വീഡിയോയിൽ കണ്ടു. ഈ ടൈപ്പ് ഞാൻ ഷോപ്പിലൊക്കെ വാങ്ങാൻ നോക്കിയിട്ട് ഇവിടെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സപ്പോർട്ട് ചെയ്യണേ.